ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സൻഫീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ തിരക്ക് പിടിച്ച ദിവസങ്ങളിലോ അല്ലെങ്കിൽ രാത്രിയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ കുറഞ്ഞ സമയം മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ വെള്ളാപ്പത്തിൻ്റെ കൂടെയോ അതും അല്ലെങ്കിൽ ബട്ടൂരയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയായി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2 ടീസ്പൂണോളം യോഗർട്ട് ഇല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ടീസ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ നിങ്ങളെടുക്കുന്ന സ്പൂണിൻ്റെ അളവിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റിയിലൊക്കെ ഡിഫറൻസ് വരും കേട്ടോ. ഇനി ഞാനിതുപോലെ ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഇതുപോലെ കൈകൊണ്ട് തന്നെ മാഗ്നേറ്റ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ടൈമൊന്നും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ടൈമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി അതെല്ലാം ടൈമൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാനിവിടെ 5 മിനിറ്റ് മാത്രമേ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുള്ളൂ. വീണ്ടും ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാഗ്നേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനില്ലേ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആ ചിക്കനും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതുപോലെ ഡീപ്പ് ഫ്രൈ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ചിക്കൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മറ്റേ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ വീഡിയോയിൽ കാണുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം കരിഞ്ഞതുപോലെ തോന്നില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ കരിഞ്ഞതല്ല കേട്ടോ. കാരണം മസാല നമ്മൾ അതിലേക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതല്ലേ. അപ്പോൾ അങ്ങനെ മസാലൻ്റെ ആ ഒരു ഇതുകൊണ്ട് അങ്ങനെ ഒരു ചെറുതായിട്ട് കളർ ചേഞ്ച് ആയതാണ് കേട്ടോ. അപ്പോൾ അത് കാര്യമാക്കണ്ട. ഇനി ഇതാ നമ്മുടെ ചിക്കൻ്റെ 2 ഭാഗവും ഫ്രൈ ആയി വരുമ്പോൾ ഞാൻ ഇതുപോലെ അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി വേറൊരു കടായി ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്കൊരു 50 ഗ്രാമോളം ബട്ടറില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ ചേർത്ത് കൊടുക്കൽ മസ്റ്റാണ് കേട്ടോ. അപ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബട്ടറിൽ മാത്രമായിട്ട് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ബട്ടർ ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീഡിയം സൈസിലുള്ള ഒരു ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു ഉള്ളിയുടെ കളറൊക്കെ നല്ലപോലെ ചേഞ്ചായി കിട്ടണം കേട്ടോ. അപ്പോൾ ദാ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് അതിൻ്റെ കളറൊക്കെ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ഗ്രീൻ ചില്ലിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീഡിയം സൈസിലുള്ള 3 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയാണെന്നറിയില്ല, വീഡിയോയിൽ അത് മിസ്സായിപ്പോയി. കാര്യമായിട്ടൊന്നുമില്ല, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പൊടികൾ തന്നെയാണ് കേട്ടോ. 1/4 ടീസ്പൂൺ കുമിൻ സീഡില്ലേ നമ്മുടെ ചെറിയ ജീരകം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ആ ഒരു പൊടികളുടെ പച്ചമണം ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു 1-2 മിനിറ്റ് ഇതുപോലെ മിക്സ് ആക്കി എടുത്താൽ മതി. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ മെൽട്ടാക്കി എടുത്ത സമയത്ത് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ടൈമിലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കാഷ്യൂനട്ടിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം.
കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഗ്രേവിക്ക് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ആ ഒരു ഗ്രേവി നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ദാ ഏകദേശം നമ്മുടെ ഗ്രേവി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ആ ഒരു ചൂടി കിടന്നിട്ട് വീണ്ടും നല്ലപോലെ വറ്റി വന്നോളൂ കേട്ടോ. ഇനിയിപ്പം കാര്യമായിട്ട് വലിയ പണികളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ഗ്രേവി ഇല്ലേ, അതിൻ്റെ ചൂടൊന്നങ്ങ് പോയി കിട്ടുന്ന സമയത്ത് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫൈനായിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു കടായിൽ തന്നെ ജസ്റ്റ് ഇതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനിയിപ്പം ആ ഒരു പാത്രം വീണ്ടും പ്രത്യേകിച്ച് കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മൾ ഗ്രേവി ഉണ്ടാക്കി എടുത്തിട്ടുള്ള പാത്രം തന്നെയല്ലേ. ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കനില്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ചിക്കനിലേക്ക് ആ ഒരു ഗ്രേവി പിടിക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഫ്രഷ് ക്രീമില്ലേ, അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കസൂരി മെത്തിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ തന്നെ ആ ഒരു കറിയുടെ നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ എന്താ പറയുക, നല്ലൊരു ഓറഞ്ച് കളറിലൊക്കെ ആയിട്ട് അടിപൊളിയാണ്. കഴിക്കാനാണെങ്കിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി ഒരുപാട് ടൈമൊന്നും ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ ഇതുപോലെ ഫ്ലെയിം ഓഫാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് ഞാൻ ബട്ടൂരയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അറിയാലോ, ബട്ടൂരയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ബട്ടൂര ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് മുകളിലത്തെ ഐ ബട്ടണിലും അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബട്ടൂരയ്ക്ക് മാത്രമല്ല, നമ്മുടെ വെള്ളാപ്പത്തിൻ്റെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ബട്ടർ ചിക്കൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ബട്ടൂര ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. രാവിലെയൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള കറിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.